വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കടയടപ്പ് സമരം തുടരുകയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആഹ്വാനപ്രകാരം ഇന്ന് വൈകുന്നേരം 6 മണിവരെ ഹോട്ടലുകളും ബേക്കറികളും അടച്ചിടും. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരും. ഷഹദ്, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SK. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് കോഴിക്കോട് മിഠായി തെരുവ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ കടകളൊക്കെ അടച്ചിട്ടുണ്ട്. എന്നാൽ മുഴുവൻ കടകൾ അടച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു വിഭാഗം വ്യാപാരികൾ ഈ കടയടപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട്. കാരണം ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിധിയിൽ പെടാത്ത കടകളൊക്കെ തന്നെ ഈ സമരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് തിരുവനന്തപുരത്ത് ഈ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സംസ്ഥാനത്തെ എല്ലാ ഇടങ്ങളിലും കടകൾ അടച്ചിടാൻ ഇത്തരത്തിൽ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അമിതമായി വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ്, അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക, കൂടാതെ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ പരിശോധനയും ഫൈനും നിർത്തലാക്കുക, ഹരിതകർമ്മ സേനയുടെ നിർബന്ധിത പണപ്പിരിവ് ഒഴിവാക്കുക, അതുപോലെ തന്നെ ഈ വഴിയരികിലുള്ള പ്രത്യേകിച്ച് കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വഴിവാണിഭം നിയമം മൂലം നിയന്ത്രിക്കണം എന്നൊരു ആവശ്യം അവർ പല തവണകളായിട്ട് ഉന്നയിച്ച ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യാപാരികൾ ഇന്ന് ഒരു വിഭാഗം വ്യാപാരികൾ, അതായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരികൾ കടകളടച്ച് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഈ വ്യാപാരികൾ മാർച്ച് നടത്തുന്നുണ്ട്, ഈ പ്രതിഷേധ സൂചകമായിട്ട്. കാരണം നിരന്തരം മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുന്നിൽ ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഇവർ കാലങ്ങളായിട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു പരിഹാരമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൂചനാ സമരം എന്ന നിലയ്ക്ക് ഇത്തരത്തിൽ വ്യാപാരികൾ ഈ കടകളൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായി കടകളൊക്കെ തന്നെ അടച്ചുകൊണ്ട് എന്നൊരു പ്രതിഷേധ സൂചകമായിട്ട് ഒരു മാർച്ച് നടത്തുന്നത്. ഇതിനു മുൻപ് ജില്ലാ തലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാൽ ഈ സംഘടനയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ പെടാത്ത സംഘടനകളുടെ കടകളൊക്കെ തന്നെ ഇന്ന് പ്രവർത്തിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യാപാരികളും അതുപോലെ തന്നെ കടകളും ഉള്ളത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീഴിലായതുകൊണ്ട് തന്നെ ഇന്ന് വലിയ രീതിയിൽ ഈ ഒരു സമരം കൂടുതൽ ആളുകളെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.